ഹലോ ഗൈസ്, ഞാൻ ഇന്ന് പുറത്തേക്ക് പോവുകയാണ്. ഒന്ന് കണ്ണൂർ വരെ പോവുകയാണ്. അപ്പോൾ അവൾ എൻ്റെ മുടിയൊക്കെ പിടിച്ചിട്ട് മുടി കൊളാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളൊരു കാര്യം എന്നോട് പറഞ്ഞു. കേക്ക്. അപ്പം ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ അവളുടെ വിചാരം ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും ഡ്രസ്സ് എടുക്കാനല്ല പോകുന്നത്. ആൻഡ് ഇതെൻ്റെ ശുട്ടുമണി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു ഉറക്കം മസ്റ്റാണ്. അപ്പോൾ അവളെ ഉറക്കാൻ പാടുപെടുന്നുണ്ട് ഞാൻ. പക്ഷെ വേഗം ഉറങ്ങി, ഒരുപാട് പാടുപെട്ടിട്ടൊന്നുമില്ല. 2 പാട്ട് പാടിയാൽ അവൾ അങ്ങോട്ട് ഉറങ്ങിക്കോളും. ഉറക്കുന്നതിനേക്കാളും വലിയ പണിയെന്ന് വെച്ചാൽ കിടത്തുന്നതാണ്. കാരണം അവൾ വേഗം ഞെട്ടി എഴുന്നേക്കും. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ അത് സാധിച്ചു. പിന്നെ അവൾ ഞെട്ടി എഴുന്നേക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ വീണ്ടും പാട്ടൊക്കെ പാടി തട്ടി അവളെ തലാണയൊക്കെ വെച്ച് അവളവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഉറക്കി, അവൾ ഉറങ്ങി സക്സസ്ഫുള്ളി. അവൾ ഉറക്കം ഞാൻ അവിടെ കിടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. ഞാനും ഫ്രണ്ടും കൂടിയാണ് പോകുന്നത്. അപ്പം ഞാൻ നേരെ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് ഗൈസ് ഒന്ന് പറയണേ. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ചാൽ ബീച്ചിലേക്കാണ് ഗൈസ്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊന്നും കാര്യമല്ലല്ലോ. ഞങ്ങൾ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി എൻ്റെ പാൻറ്റ് മടക്കി തരുന്ന ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വെള്ളത്തിലേക്ക് കളിച്ചു. പിന്നെ മെയിനായിട്ട് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവളുടെ ബർത്ത്ഡേ വരാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഞാനും എൻ്റെ ഫോട്ടോ എടുത്തു. പക്ഷേ എനിക്ക് നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എനിക്ക് എടുക്കുന്നതിൻ്റെ പ്രശ്നമല്ല കേട്ടോ, എടുത്തതിൻ്റെ പ്രശ്നമൊന്നുമല്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിഞ്ഞു വീട്ടിലെത്തി.